ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വാർത്ത കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത്രയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണിന്ന് സംഭവിച്ചിരിക്കുന്നത് കായിക ലോകത്ത്. കളി കണ്ടിട്ടില്ല കേട്ടോ, വാർത്ത കണ്ടിട്ടാണ് ഈ വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കളി കാണാൻ സമയം കിട്ടിയിട്ടില്ല, ജോലിയിലാണ്, ക്ഷമിക്കുക. കഴിയുമെങ്കിൽ അപ്ഡേറ്റഡ് ആയ വാർത്തകൾ ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. വാർത്ത മറ്റൊന്നുമല്ല, രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം നിർണായകമായ ഒന്നാം ഇന്നിങ്സ് ലീഡെടുത്തു. കഴിഞ്ഞ ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 28 റൺസ് മാത്രമായിരുന്നു ഗുജറാത്തിന് വേണ്ടത്. പക്ഷേ 3 വിക്കറ്റുകൾ നേടിക്കൊണ്ട് കേരളത്തിൻ്റെ പുലിക്കുട്ടികൾ ഗുജറാത്തിന് അടിയറവ് പറയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 99% കേരളം ഫൈനലിലെത്താനാണ് സാധ്യത. കേരളത്തിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 457 റൺസിനുള്ള മറുപടി 455 റൺസിലായിരുന്നു ഗുജറാത്തിൻ്റെ അവസാനിച്ചത്. ഇന്നലെ കളി അവസാനിച്ചപ്പോൾ 7 വിക്കറ്റിന് 429 റൺസ് എന്ന നിലയിലായിരുന്നു ഗുജറാത്ത്. കേരളം ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 457 മറികടക്കാൻ വെറും 28 റൺസ് മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. ഗുജറാത്തിൻ്റെ 6 വിക്കറ്റിൽ എളുപ്പത്തിൽ വീഴ്ത്താൻ കഴിഞ്ഞെങ്കിലും 7ാമത്തെ വിക്കറ്റിൽ അവർ പ്രതിരോധം കാത്തു. എന്നാൽ ഇന്ന് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇരുവരുടെയും വിക്കറ്റുകൾ കേരളം നേടി. ആദിത്യ സർവ്വതയ്ക്കായിരുന്നു 2 വിക്കറ്റും. ശേഷിക്കുന്ന 1 വിക്കറ്റ് കൂടി വീണതോടെ കേരളം ഒന്നാം ഇന്നിംഗ്സ് ലീഡെടുത്തു. ഏതായാലും ലീഡെടുത്ത കേരളം ഇന്ന് 2ാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യേണ്ടി വരും. വിക്കറ്റ് പോവാതിരുന്നാൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യാം. അങ്ങനെ മുഴുവൻ വിക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കേരളത്തിൻ്റെ മുഴുവൻ വിക്കറ്റുകൾ പോവുകയാണെങ്കിൽ കൂടി തന്നെ ഗുജറാത്ത് ഇന്ന് ലീഡും റൺസും കേരളത്തിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലും മറികടക്കേണ്ടി വരും. അങ്ങനെ ഒരു സാധ്യത വളരെ വിരളമായാണ് സംഭവിക്കാനുള്ളത്. ഏതായാലും കേരളത്തിൻ്റെ ഫൈനൽ പ്രവേശനം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഒരു വളരെയേറെ സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കായിക ചരിത്രത്തിൽ തന്നെ ഒരു ചരിത്രം പിറവികൊണ്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കേരളം ഫൈനലിലേക്ക് കടക്കട്ടെ. ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതാണ് ഇത്ര പെട്ടെന്ന് ഒരു മുന്നൊരുക്കം കൂടാതെ നിങ്ങളോട് ഷെയർ ചെയ്തത്. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക.